ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ ജോഗ്രഫിയുടെ എക്സാമാണ്. അപ്പോൾ ജോഗ്രഫിയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വീഡിയോ ചെയ്യൂ മിസ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റായിപ്പോയി, സോറി, ഓരോ തിരക്ക് കാരണം ലേറ്റ് ആയതാണ്. അപ്പം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറയാം. ഈ ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ബ്രാഞ്ചസ് ഓഫ് ജോഗ്രഫി അല്ലെങ്കിൽ അപ്രോച്ചസ് ഓഫ് ജോഗ്രഫി, ജോഗ്രഫിയുടെ ശാഖകൾ എന്തെല്ലാം, അല്ലെങ്കിൽ ജോഗ്രഫിയുടെ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ അതിൻ്റെ സമീപനങ്ങൾ എന്തെല്ലാം, ഈ രീതിയിൽ ചോദ്യം ചോദിക്കാം. രണ്ട് പ്രധാനപ്പെട്ട സമീപനങ്ങളാണ് ജോഗ്രഫിക്കുള്ളത്. ഒന്ന് വ്യവസ്ഥാപിതമാണ്, മറ്റൊന്ന് പ്രാദേശിക സമീപനമാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് അതിൻ്റെ ആ പോയിൻ്റ് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. രണ്ടും നിങ്ങൾ വിശദീകരിച്ചിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതിനകത്തുനിന്ന് തന്നെ ഒബ്ജക്റ്റീവോ കാര്യങ്ങളോ ഒക്കെ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം, ടൈപ്സ് ഓഫ് എർത്ത് ക്വയ്ക്ക്, പലതരത്തിലുള്ള ഭൂകമ്പങ്ങളുടെ തരങ്ങൾ എന്തെല്ലാം. തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ടെക്ടോണിക്, മറ്റൊന്ന് അഗ്നിപർവ്വതജന്യ, തേർഡ് വൺ കൊളാപ്സ്, വിസ്ഫോടക, നെക്സ്റ്റ് ജലസംഭരണി പ്രേരിത. അപ്പോൾ ഇതും ഒന്ന് വിശദീകരിച്ചിട്ട് പഠിക്കുക. അതിൻ്റെ പോയിൻറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി മറ്റൊരു ചോദ്യം, സ്ട്രക്ചർ ഓഫ് എർത്താണ്, ഭൂമിയുടെ ഘടന. ഭൂമിയുടെ ഘടന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ ചിത്രമൊക്കെ വരച്ചിട്ട് വേണം എഴുതാൻ. ക്രസ്റ്റ്, മാൻഡ്, കോറ്, ഇതാണ് സ്ട്രക്ചർ. ഓക്കെ, ഇത് എസ്സേ ടൈപ്പായിട്ടും വരാം കേട്ടോ. അപ്പോൾ ഒന്ന് വിശദീകരിച്ച് ടെക്സ്റ്റിൽ നല്ല പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. ദെൻ മറ്റൊരു ചോദ്യം, ടൈപ്സ് ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ്, പലതരത്തിലുള്ള പ്ലേറ്റ് ബൗണ്ടറീസ് ഏതൊക്കെയാണെന്നാണ്. പ്ലേറ്റ് ബൗണ്ടറീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫലക സീമകളാണ്. 3 തരത്തിലുള്ള ഫലക സീമകളാണുള്ളത്. വിയോജക സീമകൾ, സംയോജക സീമകൾ, രൂപാന്തര സീമകൾ. ഇത് മൂന്നും ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പഠിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിൻ്റെ ഘടനയും അതിൻ്റെ പ്രാധാന്യവും. അറ്റ്മോസ്ഫിയറിൻ്റെ ഘടന നമുക്കറിയാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വരച്ച് നല്ല വൃത്തിയിൽ എഴുതുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ. എസ്സേ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി അന്തരീക്ഷത്തിൻ്റെ ഘടന ഒരു ചോദ്യം. അന്തരീക്ഷത്തിൻ്റെ ഘടന ട്രോപ്പോസ്ഫിയർ, അതുപോലെ സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, അയണോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇത് ആ ഗ്രാഫൊക്കെ വരച്ചിട്ട് എഴുതിയാൽ നന്നാവും. എസ്സേ ആയിട്ടും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, തിരമാലകളുടെ സവിശേഷതകളാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ്. ഓക്കെ, തിരമാലകൾ എന്താ നിങ്ങൾക്കറിയാലോ. തിരമാലകൾ ജലത്തിൻ്റെ ചലനമല്ല, പിന്നെ എന്താണ്, സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലൂടെ ചലിച്ച് നീങ്ങുന്ന ഊർജ പ്രവാഹമാണ് എന്ത്, തിരമാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിരമാലകളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, ഒന്ന് തിരാശിഖരവും തിരാതടവുമാണ്. അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കണം. മറ്റൊന്ന് തിരോന്നതിയാണ്. മറ്റൊരു സവിശേഷത തിരാവിസ്തൃതിയാണ്. തിരാദൈർഘ്യം, തിരാവേഗം, തിര ആവൃത്തി, തിരാകാലം. ഇതാണ് പ്രധാനപ്പെട്ട തിരമാലകളുടെ സവിശേഷതകൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേഘങ്ങൾ, ക്ലൗഡ്സ്, വ്യത്യസ്ത തരം മേഘങ്ങൾ എന്തെല്ലാം, ഏതൊക്കെയാണ്. പിന്നെ ഒന്ന് സിറസ് മേഘം, ക്യൂമുലസ് മേഘം, സ്ട്രാറ്റസ് മേഘം, നിംബസ് മേഘം. ഇങ്ങനെ പ്രധാനമായിട്ട് 4 തരത്തിലുള്ള മേഘങ്ങളാണുള്ളത്. അതുപോലെ വിവിധ തരം മഴകൾ ചിലപ്പോൾ വന്നേക്കാം. ഏതൊക്കെയാണ്, ടൈപ്സ് ഓഫ് റെയിൻ ഏതൊക്കെയാണ്, സംവഹന വൃഷ്ടി, പർവ്വത വൃഷ്ടി, ചക്രവാത വൃഷ്ടി. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട്. വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടും തമ്മിലുള്ള വ്യത്യാസം പുസ്തകത്തിലുണ്ട്, അത് വായിച്ച് പഠിക്കുക. മറ്റൊരു ചോദ്യം, ഡിഫറൻസ് ബിറ്റ്വീൻ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേജർ ഐലൻഡ് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ. 2 പ്രധാനപ്പെട്ട ഐലൻഡ് ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ഏതൊക്കെയാണ്, ആൻഡമാനും ലക്ഷദ്വീപും. അതും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ദെൻ തിയറീസ് അബൌട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻ ആൻഡ് കോണ്ടിനെൻറ്റ്, ഈ ഒരു ചോദ്യം നോക്കി വെക്കുക. ദെൻ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്താണെന്ന് നോക്കി വെക്കുക. വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്, ജർമ്മൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിരുന്ന ആൽഫ്രഡ് വേഗനർ ആയിരുന്നു. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ അതുപോലെ ടൈപ്സ് ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ്
എസ് എ ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്, അത് പഠിക്കണം. ദെൻ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷൻ എഴുതാൻ ചോദിക്കാം. പിന്നീട് 2 മാർക്കിന് വരാവുന്ന ചോദ്യങ്ങൾ, ഒന്ന് ഓസോൺ എന്താണെന്ന് എഴുതുക, ഓസോൺ പാളിയെക്കുറിച്ച് എഴുതാൻ. ദെൻ വാട്ടർ വേപ്പർ ചോദിക്കാം, അതുപോലെ നെബുലാർ സിദ്ധാന്തം ചോദിക്കാം, ഡൈക്ക് ചോദിക്കാം. ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാം. ഓക്കെ, ഡൈക്ക് എന്താണ്? ലാവ ഭൂവൽക്കത്തിലെ വിള്ളലുകളിലൂടെയും പൊട്ടലുകളിലൂടെയും കടന്നു കയറുന്നു. ഇത് തണുത്തുറയുമ്പോൾ ഭിത്തികൾക്ക് സമാനമായ ആഗ്നേയ രൂപങ്ങൾ ഉണ്ടാകുന്നു. ഇവയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈക്കുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2 മാർക്കിന് ചോദിച്ചാൽ ഇത് ഇങ്ങനെ എഴുതിയാൽ മതി, ഡൈക്സ്. വ്യത്യസ്ത തരം ശിലകൾ ചോദിക്കാം. ആഗ്നേയശില, അവസാദ ശില, കായാന്തരിക ശില, അതും വിശദമായിട്ടൊന്ന് വായിച്ച് പഠിക്കുക. 4 തരം വാദമുഖങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ശീതവാദമുഖങ്ങൾ, ഉഷ്ണവാദമുഖങ്ങൾ, നിശ്ചലവാദമുഖങ്ങൾ. മറ്റൊരു ചോദ്യം, ദ്രവ്യ നീക്കത്തിൻ്റെ 3 രൂപങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഏതൊക്കെയാണ് 3 രൂപങ്ങൾ? ഹീവ്, ഒഴുക്ക്, തെന്നി നീങ്ങൽ. ഈ ദ്രവ്യ നീക്കങ്ങളെ പ്രധാനമായും നമുക്ക് 2 വിഭാഗങ്ങളായിട്ട് തന്നെ തിരിക്കാം. ഒന്ന് മന്ദചലനങ്ങളാണ്, മറ്റൊന്ന് ദ്രുതചലനങ്ങളാണ്. ഈ മന്ദചലനങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് ക്രീപ്പാണ്, മറ്റൊന്ന് സോളിഫ്ലക്ഷനാണ്. ഇതിൽ ക്രീപ്പ് എന്താണെന്ന് ഒന്ന് ക്ലിയർ ആക്കുക. സോളിഫ്ലക്ഷൻ എന്താണെന്ന് അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. പിന്നീട് വരുന്നത് ദ്രുതചലനങ്ങൾ, റാപ്പിഡ് മൂവ്മെൻറ്റ്സ് ആണ്. ദ്രുതചലനങ്ങളിൽ വരുന്ന ചലനങ്ങളാണ് നമ്മുടെ ഈ മണ്ണൊഴുക്ക്, ചെളിയൊഴുക്ക്, ശിലാവശിഷ്ട അവലാൻസ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ മന്ദചലനങ്ങളും ദ്രുതചലനങ്ങളും ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിൽ വരാം, 2 മാർക്കിനൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഈ പറയുന്നതിൽ പറഞ്ഞ ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോകുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമിന് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീണ്ടും വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നാളത്തെ പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.